മമ്മി പറഞ്ഞില്ലേ ഡാഡിയുടെ വഴി പിന്തുടരുതെന്ന്. അതനുസരിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് ഡാഡി മുന്നിൽ തെളിച്ചിട്ട് പോയ വഴി. എനിക്ക് വളരണം. ആ വളർച്ച കണ്ട് അങ്ങ് സ്വർഗത്തിലിരുന്ന് എൻ്റെ ഡാഡി സന്തോഷിക്കണം. അതിന് എൻ്റെ മുന്നിൽ എന്ത് തടസ്സം ഉണ്ടായാലും തട്ടി നീക്കും ഞാൻ. പിന്നെയും ഒരു കണക്കുകൂടി ബാക്കി നിൽക്കുന്നു. എൻ്റെ ഡാഡിയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ. എൻ്റെ ഡാഡിയെ കൊന്ന അവനെ, ആ കിച്ചുവിനെ എനിക്ക് വേണം. ഇപ്പം അവൻ റിമാൻഡില്ല, സബ് ജയിലില്. കോടതി അവന് വിധിക്കുന്ന ശിക്ഷ ജയിലായാലും ഞാൻ അവന് വിധിക്കുന്ന ശിക്ഷ മരണമാണ്. എൻ്റെ ഡാഡിക്ക് വേണ്ടി ഞാനത് ചെയ്യും. അവനെ കൊന്നിട്ട് നീ ജയിലിൽ പോയാ പിന്നെ നീ പറഞ്ഞതുപോലെ ഡാഡിയുടെ ബിസിനസ് ആര് നോക്കും? അതാ മമ്മി പറഞ്ഞത്, നീ കുറച്ചുകൂടി പക്വതയുടെ കാര്യങ്ങൾ കാണണമെന്ന്. ഒന്ന് നഷ്ടപ്പെടുത്തിയേ മറ്റൊന്ന് നേടാൻ കഴിയും. വാശിയും വൈരാഗ്യമൊക്കെ മനസ്സിൽ നിന്ന് കളയേ. ഡാഡിയോട് ചെയ്തതിനുള്ള ശിക്ഷ അവന് കോടതി കൊടുക്കും. നിന്റെ മുമ്പിലുള്ള ജീവിതത്തെക്കുറിച്ച് നീ ചിന്തിക്ക്. അവനെ കൊന്ന ഒരു കോടതി എന്നോട് ചോദിക്കില്ല. അതുണ്ടാവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഈ വില്യമിനറിയാം. അതുകൊണ്ട് മമ്മി ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടണ്ട. മമ്മി മാത്രമല്ല, നീയും. അങ്ങനൊരാഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴും അങ്ങ് നുള്ളി കളഞ്ഞു. സാരമില്ല, അവൻ മാറും. ശിവൻ ഇതൊന്നും കാര്യമാക്കരുത്. ഇല്ല, എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. എങ്ങോട്ടെങ്കിലും? അതെന്താ, ലക്ഷ്യമില്ലാത്ത പോക്കാണോ? ആ, ഇടയ്ക്കൊക്കെ അങ്ങനെയും പോണ്ടേ. ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഞാൻ കൂടെ വരാം. എന്തിന്? നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ. ഇത്രയും നാള് നീ എനിക്ക് കൂട്ടുവന്നിരുന്നോ? ഇനിയിപ്പോ പുതുതായിട്ടൊരു കൂട്ട് എനിക്ക് വേണ്ട. എവിടേക്കും പോവാൻ മാത്രമല്ല, ജീവിതത്തിലും. അപ്പോ നീ എന്നെ നിർബന്ധിക്കരുത്, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ. ഓഹോ, അപ്പൊ അതാണല്ലേ ഉദ്ദേശം? നിനക്ക് തോന്നിയ പോലെയൊക്കെ ജീവിക്കണം, കണ്ടവളുമാരുടെയൊക്കെ കൂടെ കറങ്ങണം. അതിവിടെ നടക്കില്ല. അലക്സാണ്ടർ പേട്ടയ്ക്കും കുടുംബത്തിനും ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞ് തോന്നിയതുപോലെ നടക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ചൊന്നും നീ എന്നോട് പറയണ്ട. എനിക്കൊന്നേ പറയാനുള്ളൂ,
എന്റെ ഭാര്യ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. എനിക്ക് മനസ്സില്ല. അങ്ങനൊരാഗ്രഹം നിനക്ക് സ്വപ്നത്തിൽ പോലും തോന്നണ്ട. നടക്കില്ല. മമ്മി ഇതുവരെ ഒരുങ്ങിയില്ലേ? ഇല്ല. അതെന്താ? ഞാൻ പറഞ്ഞല്ലേ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണോന്ന്. ആ, പിന്നെ തോന്നി വേണ്ടെന്ന്. അതെന്താ അങ്ങനെ തോന്നാൻ? ഞാൻ തന്നെ വരണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? മമ്മിയല്ലേ ഇത്ര നാളും കൂടെ വന്നിരുന്നത്. ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അതെന്താ ആവശ്യമില്ലാതായി പോയത്? ഞാൻ തനിച്ചു പോയാൽ മതിയെന്നാണോ? അങ്ങനെ തനിച്ചു പോയേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് ശിവനെയും കൂട്ടി പോയാലെന്താ? ഓ, അത് ശരി. എന്താ ശരിയല്ലേ? സാധാരണ പെൺകുട്ടികള് കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരെയും കൂട്ടിയാ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാറ്. അങ്ങനെ കൂട്ടിന് വിളിക്കാൻ പറ്റിയ ഭർത്താവണം. അയാൾക്ക് കൂട്ടിക്കൊണ്ട് നടക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഞാൻ തന്നെ വേണമെന്നില്ല. ഇപ്പൊ മമ്മിക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ? പറ്റില്ല. ശിവനെയും കൂട്ടി പോയാൽ നിനക്കെന്താ കുഴപ്പം? വേണ്ട. ആരുടെയും കൂട്ടില്ലാതെ തനിച്ചു പോവാൻ എനിക്കറിയാം. മോളെ, ഒന്ന് നിന്നേ. മമ്മി പറയുന്ന ഒന്ന് കേക്ക്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും. ഇല്ല, അങ്ങനെ ചിന്തിക്കാൻ മമ്മി എന്നെ നിർബന്ധിക്കാതിരുന്നാ മതി. ടാലി ചെയ്യാത്ത 2 മാസത്തെ അക്കൗണ്ടാ. എന്തു പറ്റി രാമേട്ടാ? അല്ല, അത് സെക്ഷനിൽ 1-2 പേര് അടുപ്പിച്ച് ലീവ് എടുത്തപ്പോൾ കണക്ക് കിട്ടാൻ അല്പം വൈകി. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ലല്ലോ രാമേട്ടാ. ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഓ, ഇതൊക്കെ മനസ്സിലാക്കാൻ അത്ര വലിയ മാനേജ്മെന്റ് ബുദ്ധിയൊന്നും വേണമെന്നില്ല. അത്യാവശ്യം ഒരു ബികോംകാരൻ്റെ സാധാ ബുദ്ധി മതി. അല്ല, ഇതിപ്പോ ഒരു ചെറിയ... പ്ലീസ്, നോ എക്സ്ക്യൂസ്. വെറും 5 മിനിറ്റ് പോലും ആയില്ല ഞാൻ ഈ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതിനുള്ളിൽ കണ്ടുപിടിച്ച ഈ ഒരു പിഴവ്. അപ്പോൾ ശരിക്കും നരിച്ചു പെറുക്കി നോക്കിയ ഗുരുതരമായ പ്രശ്നങ്ങൾ വേറെ എത്ര കാണും? എന്താ, ഡാഡി പോയെന്ന് നന്നായെന്ന് തോന്നുന്നുണ്ടോ അവിടെ ഉള്ളവർക്ക്? അതോ എന്നെ കൊണ്ട് ഈ കമ്പനി അടച്ചു പൂട്ടിച്ച് അടങ്ങുന്നുള്ള വാശിയോ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. പ്രശ്നങ്ങൾ വേറെ എത്ര കാണും? എന്താ, ഡാഡി പോയെന്ന് നന്നായെന്ന് തോന്നുന്നുണ്ടോ അവിടെ ഉള്ളവർക്ക്? അതോ എന്നെ കൊണ്ട് ഈ കമ്പനി അടച്ചു പൂട്ടിച്ച് അടങ്ങുന്നുള്ള വാശിയോ? മറ്റുള്ളവരെ കുറിച്ചൊന്നും എനിക്കറിയില്ല. രാമേട്ടനല്ലേ GM, പറയേ. അല്ല മോനെ, അത് തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. അച്ചായന്റെ മരണത്തോടെ തനിച്ച് എല്ലാ കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്കും കഴിയാതെ പോയി. അതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാ. തിരിച്ചറിഞ്ഞ ചിലതെല്ലാം ഞാൻ തിരുത്തിയിരുന്നു. എന്തായാലും ഇനി അതുണ്ടാവില്ല. ഉണ്ടാവാൻ പാടില്ല. കാരണം ഡാഡി ആഗ്രഹിച്ച പോലെ തന്നെ ഈ കമ്പനി മുന്നോട്ട് പോയേ തീരൂ. അതിപ്പോൾ എൻ്റെ കൂടി ഒരു ആഗ്രഹമാണ്. വർഷങ്ങളോളം ഡാഡിയോടൊപ്പം ഉണ്ടായിരുന്ന ആളല്ലേ രാമേട്ടൻ. കമ്പനിയുടെ ജനറൽ മാനേജരുമാണ്. സോ ഏത് കാര്യത്തിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് രാമേട്ടനായിരിക്കും. പക്ഷേ അവിടെയും എനിക്ക് മുഷിഞ്ഞ് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനൊന്നും ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അതെ, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. കമ്പനി കാര്യങ്ങളിൽ ഡാഡിയുടെ ഒരു രീതി അറിയാലോ രാമേട്ടന്. അത്രത്തോളം എത്തിയില്ലെങ്കിലും കുറേയൊക്കെ എനിക്കും ചെയ്തേ പറ്റൂ. അതിന് രാമേട്ടന് ഹെൽപ്പ് എനിക്ക് വേണ്ടിവരും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എങ്കിൽ കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് എനിക്കൊന്ന് കാണണം. ഒപ്പം ഈ വർഷത്തെ അതുമായുള്ള കമ്പാരിസണും. പിന്നെ ഡാഡി മരിച്ചതിന് ശേഷം കമ്പനി നടത്തിയിട്ടുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസിൻ്റെയും ഡീറ്റെയിൽസ് അതിന്ന് തന്നെ എനിക്ക് കിട്ടണം. ശരി, എന്നാ ഞാൻ... ആ, പിന്നെ ഒരു എക്സിക്യൂട്ടീവ് കോൺഫറൻസുള്ള അറേഞ്ച്മെന്റ് ചെയ്തോളൂ. ശരി. സുഖമാണോ രാമ? ഓ, സുഖം. ആ, വീട്ടിലേക്ക് വിളിച്ചപ്പോ മമ്മിയാ പറഞ്ഞത് മോൻ ഇങ്ങോട്ട് പോന്നു. ഇരിക്കുകയായിരുന്നേട്ടാ.
എന്തായാലും നന്നായി. ജീവിച്ചിരുന്നപ്പോ അച്ചായൻ ഒരുപാട് ആഗ്രഹിച്ചതാ മോനെ കൂടി കമ്പനി കാര്യങ്ങളിൽ ഇടപെടുത്തണമെന്ന്. പക്ഷേ മോൻ അന്ന് അതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ജീവിച്ചിരുന്നപ്പോ നടക്കാത്ത ഡാഡിയുടെ ഒരു ആഗ്രഹം ഇപ്പോഴെങ്കിലും നടന്നുവല്ലോ. ഈ ഒരു ആഗ്രഹം മാത്രമല്ല കർണേട്ട, ഈ കമ്പനിയെക്കുറിച്ചുള്ള ഡാഡിയുടെ സ്വപ്നങ്ങൾ മുഴുവനും എനിക്കാകാവുന്ന രീതിയിൽ നിറവേറ്റണം. അതെ, ഇനി അതാ വേണ്ടത്. അച്ചായന് വേണ്ടി മോനിഞ്ഞ് ചെയ്യാനുള്ളതും അത് തന്നെയാണ്. മോൻ ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് അച്ചായനെ ഓർമ്മ വരുന്നത്. ഇനി കുറച്ചുനാൾ കഴിയുമ്പോ എനിക്ക് തോന്നണം ഇതെന്റെ അച്ചായൻ തന്നെ അല്ലേന്ന്. പിന്നെ അറിയാവല്ലോ, അല്പ റിസ്ക് ഉള്ളതാണ് ഇരിപ്പിടം. അച്ചായനും ആദ്യം അങ്ങനെയായിരുന്നു. പിന്നെ അതെല്ലാം അങ്ങ് മാറി കളിച്ചും ചിരിച്ചുള്ള ഇരിപ്പായി. അതുപോലാകണം മോനും. ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് കർണേട്ട. ഡാഡിയെ പോലെ പ്രതിബന്ധങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചൊരു യാത്ര, ഡാഡി നടന്ന അതേ വഴിയിലൂടെ. എങ്കിൽ അതിനാദ്യം വേണ്ടത് എല്ലാത്തിനും മേളിലൊരു നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. കമ്പനികൾ വേറെ ഉണ്ടല്ലോ. ഇനി അതെല്ലാം മോന്റെ പൂർണ്ണമായ മേൽനോട്ടത്തിലാകണം. എന്നാലേ മോൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. പിന്നൊരല്പ പ്രശ്നമുള്ളത് ആ അടച്ചിട്ടിരിക്കുന്ന കെമിക്കൽ കമ്പനിയാ. അത് തുറക്കണം. അതെന്റെ ഒരു സ്വപ്നമാണ്. കാര്യങ്ങളെല്ലാം ഒരുവിധം പരിധിയിലായാൽ ആദ്യമേ ആ കമ്പനിയുടെ പേരിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കും ഞാൻ. എന്നിട്ടത് വീണ്ടും തുറക്കണം. പിന്നീട് ഒരിക്കലും അടച്ചുപൂട്ടാൻ ഇടവരാത്ത വിധം ഡാഡിയുടെ ഓർമ്മയ്ക്കായതുണ്ടാവണം. കാരണം എന്റെ ഡാഡി മരിച്ചത് അവിടെ വച്ച. അതിന്റെ സ്മാരകമാവണം ആ കെട്ടിടം. ഡാഡിയുടെ ജീവിതം അവസാനിച്ച അവിടെ നിന്നാവണം എന്റെ തുടക്കം. രജിസ്റ്റേർഡാ മാഷേ. മാഷിനല്ല, മോൾക്ക, ദേവയാനിക്ക്. മോളെ ദേവു, എന്താ അച്ഛാ? മോളെ നിനക്കൊരു രജിസ്റ്റേർഡ് പോസ്റ്റ് ഉണ്ട്. വരട്ടെ മാഷേ. എന്താ മോളെ? നോക്കട്ടെ അച്ഛാ. അച്ഛാ, ഞാൻ പ്രിലിമിനറി പാസ്സായി. നേരോ? നോക്കട്ടെ. അമ്മേ, അമ്മേ, അയ്യോ, എന്താ ഇത്? എന്താ മോളെ? അമ്മേ, ഞാൻ പ്രിലിമിനറി പാസ്സായി. റിസൾട്ട് വന്നു. സത്യമാണോ മോളെ? അല്ലാതെ പിന്നെ. ഇപ്പൊ ജയിച്ചില്ലെന്നും പറഞ്ഞ് ഇനിയും കുഴപ്പം തുടങ്ങരുത്. ഇതിലും വലിയ പരീക്ഷ ഇനി വരാതിരിക്കുന്നേ. ഇനിയും നന്നായിട്ട് പഠിക്കണം. ഈ വരുന്ന 10-ാം തീയതി ഡൽഹിയിൽ വെച്ച് ടെസ്റ്റ് ഉണ്ടെന്ന്. 10-ാം തീയതി എന്ന് പറയുമ്പോ ഇനി അധികം ദിവസം ഇല്ലല്ലോ മോളെ. ഇല്ല. കാണട്ടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. പാസ്സായാൽ എനിക്കൊരു ഗിഫ്റ്റ് തരാന്ന് 3 ഏറ്റിരുന്നു. അതെങ്ങ് തന്നേക്കണം. തരാ മോളെ. ഇപ്പോഴല്ല, ഡൽഹിയിലുള്ള എക്സാമിനേഷൻ കൂടെ കഴിയട്ടെ. അച്ഛൻ കാല് മാറുന്നുണ്ട്. അച്ഛൻ അങ്ങനെ കാല് മാറുമോ മോളെ? നിന്നെ ചുണ്ടി പിടിപ്പിക്കാൻ പറയുന്നല്ലേ. ഇതെങ്ങനെയോ തട്ടിമുട്ടി ജയിച്ചേ ഉള്ളൂ. ഡൽഹിയിലുള്ള എക്സാം ഇതിനേക്കാളും ഭയങ്കര ടഫാ. അതെങ്ങാനും പൊട്ടിയ ഗിഫ്റ്റ് പോയില്ലേ? അതാ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചത്. നീ വേണ്ടാത്തൊന്നും പറയാതെ ദേവു. ആ എക്സാമും എന്റെ മോള് പാസ്സാവും. ഒന്നെന്താങ്കിൽ. ഈശ്വര കാത്തോളേ. അറിയിക്കാൻ ഇനി ഒരാളും കൂടിയുണ്ട്. ഗ്രീഷ്മ ചേച്ചി. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. നീ വേണ്ടാത്തൊന്നും പറയാതെ ദേവു. ആ എക്സാമും എന്റെ മോള് പാസ്സാവും. ഒന്നെന്താങ്കിൽ. ഈശ്വര കാത്തോളേ. അറിയിക്കാൻ ഇനി ഒരാളും കൂടിയുണ്ട്. ഗ്രീഷ്മ ചേച്ചി. ഒരാഴ്ച കഴിഞ്ഞ് വരുന്നു പറഞ്ഞിട്ട് പോയതാ. ഒന്ന്
ഒന്ന് വിളിച്ചു പറയാനാണെങ്കിൽ ഫോൺ നമ്പർ പോലും ഇല്ല. ഇതാ ഇതുകൂടി വെച്ചോ. കുറച്ച് രാസനാദിപ്പൊടിയാ. കുളി കഴിഞ്ഞ് നെറുകയിൽ തിരുമാൻ മറക്കണ്ട. അവിടെ ചെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാനില്ലെന്ന വിചാരം വേണം. നിങ്ങളെ പറ്റിയുള്ള വിചാരം അല്ലാതെ മറ്റെന്താ എനിക്കുള്ളത് എന്റെ കുഞ്ഞമ്മേ? ഇനിയിപ്പോ എന്നാ വരിക? അധികം വൈകാതെ വരാം. ആ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഓരോന്ന് പറഞ്ഞ് അച്ഛനായിട്ടൊരു പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. അംഗീകരിച്ചില്ലെങ്കിൽ വേണ്ട. അത് വിധിച്ചിട്ടില്ലെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കാനായിരുന്നെങ്കിൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് തേടി പിടിക്കണമായിരുന്നോ? അർഹതപ്പെട്ടത് ഞാൻ നേടിയെടുക്കും, എന്ത് പ്രശ്നം ഉണ്ടായാലും. എത്ര അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞാലും തല്ലിട്ട് തലകീറി വാങ്ങിയാലൊന്നും അത് ശാശ്വതമാവില്ല മോളെ. വേണ്ട കുഞ്ഞമ്മേ, ശാശ്വതാവണ്ട. ഞാൻ മകളാണെന്ന് ഒരിക്കൽ മാത്രം ഒന്ന് പറഞ്ഞാ മതി. എന്റെ അമ്മയെ ഒരിക്കൽ മാത്രം ഒന്ന് വന്ന് കണ്ടാ മതി. അതുവരെ പൊരുതി നിൽക്കും ഞാൻ. അമ്മയൊന്ന് കാണട്ടെ. ഞാൻ ഇറങ്ങാം, തിരികെ അവിടേക്ക് തന്നെ. അത്ര പെട്ടെന്നൊന്നും അയാൾ നമ്മൾ അംഗീകരിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യും. ആ മുഖംമൂടി ഞാൻ വലിച്ചു കീറും. പിന്നെ ഓരോന്നോരോന്നായിട്ട് പറയും. മനസ്സിൽ തട്ടി അയാൾ എന്നെ മോളെ എന്ന് വിളിക്കുന്ന എനിക്ക് കേൾക്കണം. അമ്മ അറിയില്ല എന്ന് പറഞ്ഞ അയാള് അമ്മയെ തേടി ഇവിടെ വരുന്ന എനിക്ക് കാണണം. ഞാൻ പോയിട്ട് വരാം. ഹലോ. ആ മേനോനെ മൂന്തേട്ടാ. ആ, എന്തൊക്കെ ഉണ്ടോ? സന്തോഷ വാർത്തകൾക്ക് അയച്ചു കുറവാണെന്ന് അറിയാം. പക്ഷേ അങ്ങനെ അല്ലാതെ ഒരു വാർത്തയുണ്ട് മൂന്തേട്ടാ.